ഹലോ ഗായ്സ്, വെൽക്കം. ഈ വീഡിയോ കാലി ലിനക്സ് ബേസിക് കമാൻഡ്സിൻ്റെ പാർട്ട് 2 ആണ്. അതായത് പാർട്ട് 1ൽ നമ്മൾ മാൻ, mkdir, cd, ls, touch, cat അങ്ങനെ കുറച്ച് കമാൻഡ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ നമ്മൾ cp കമാൻഡിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫയലിലെ അല്ലെങ്കിൽ ഡയറക്ടറിയിലെ കണ്ടൻസ് മറ്റൊരു ഫയലിലേക്ക് അല്ലെങ്കിൽ ഡയറക്ടറിയിലേക്ക് കോപ്പി ചെയ്യാനാണ് നമ്മൾ cp കമാൻഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് cp കമാൻഡിൻ്റെ സിൻടാക്സ് നോക്കാം. cp സ്പേസ് സോഴ്സ് സ്പേസ് ഡെസ്റ്റിനേഷൻ. ഇതാണ് cp കമാൻഡിൻ്റെ ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത്. ഏത് ഫയലിലെ കണ്ടൻ്റ് ആണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് അതാണ് സോഴ്സ്. ഏത് ഫയലിലേക്കാണോ നമുക്ക് ആ കണ്ടൻറ്റ് കോപ്പി ചെയ്യേണ്ടത് അതാണ് ഡെസ്റ്റിനേഷൻ. നമുക്ക് എക്കോ ഉപയോഗിച്ച് ഹലോ എന്ന ടെക്സ്റ്റ് ch.txt എന്നൊരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്യാം. ls അടിക്കുമ്പോൾ കാണാം ch.txt എന്ന ഫയൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ക്യാറ്റ് ഉപയോഗിച്ച് അത് നമുക്ക് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ഹലോ എന്ന ടെക്സ്റ്റ് നമുക്ക് അതിൻ്റെ അകത്ത് കാണാം. ഇനി നമുക്ക് ടച്ച് ഉപയോഗിച്ച് അടുത്ത ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ആക്കണം. അതിനായിട്ട് ടച്ച് സ്പേസ് text.txt എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഈ ഒരു text.txt എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഇപ്പോൾ empty ആണ്. ക്യാറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കത് കാണാം. ഇനി നമുക്ക് cp കമാൻഡ് ഉപയോഗിച്ച് ch.txt എന്ന് പറയുന്ന ആ ഒരു ഫയലിൻ്റെ അകത്തെ കണ്ടൻസ് text.txt-ലേക്ക് കോപ്പിയാക്കാം. ഇതിനായിട്ട് cp സ്പേസ് ch.txt സ്പേസ് text.txt എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ക്യാറ്റ് ഉപയോഗിച്ച് text.txt ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമുക്ക് കാണാം ഹലോ എന്ന ടെക്സ്റ്റ് ഇതിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡയറക്ടറിയും അതിലെ കണ്ടൻസും വേറെ ഒരു ഡയറക്ടറിയിലേക്ക് എങ്ങനെ കോപ്പി ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. ഇതിനായിട്ട് ഫസ്റ്റിൽ നമുക്ക് mkdir ഉപയോഗിച്ച് ch എന്നും cet എന്നും രണ്ട് ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി cd കൊടുത്ത് chൽ കയറിയിട്ട് നമുക്ക് ആ ഡയറക്ടറിയിൽ എക്കോ ഉപയോഗിച്ച് ch.txt എന്ന ഒരു ഫയലും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ch ഡയറക്ടറിക്കകത്ത് ch.txt എന്ന ഒരു ടെക്സ്റ്റ് ഫയലും ഉണ്ട്. ഇനി നമുക്ക് അത് cet എന്ന empty ഡയറക്ടറിയിലേക്ക് കോപ്പി ചെയ്യാം. ഇവിടെ നമ്മൾ സാധാരണ സിൻടാക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എറർ ആയിരിക്കും വരുന്നത്. അതിനായിട്ട് നമുക്ക് cp കമാൻഡിൻ്റെ കൂടെ -r യൂസ് ചെയ്യണം. ഇതിനായിട്ട് നമുക്ക് cp സ്പേസ് -r cet എന്ന് കൊടുക്കാം. ഇനി നമ്മൾ cet കയറിയിട്ട് ls അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ch എന്ന ഡയറക്ടറി അതിൻ്റെ അകത്ത് കാണാം. ഇനി നമ്മൾ ch-ൻ്റെ അകത്ത് കയറിയിട്ട് ls അടിച്ചു കഴിഞ്ഞാൽ ch.txt എന്ന ആ ഒരു ടെക്സ്റ്റ് ഫയലും അതിൻ്റെ അകത്ത് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് cp കമാൻഡിൻ്റെ ബേസിക് യൂസേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് mv കമാൻഡിനെ പറ്റി നോക്കാം. ഒരു ഫയലിലെ കണ്ടൻസ് മറ്റൊരു ഫയലിലേക്ക് മൂവ് ചെയ്യാനായിട്ടാണ് mv കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mv സ്പേസ് സോഴ്സ് സ്പേസ് ഡെസ്റ്റിനേഷൻ. ഇതാണ് mv കമാൻഡിൻ്റെ ബേസിക് സിൻടാക്സ്. cp കമാൻഡ് ആണെങ്കിലും mv കമാൻഡ് ആണെങ്കിലും ഡെസ്റ്റിനേഷനിൽ കൊടുക്കുന്ന നെയിമിൽ ഒരു ഫയൽ ഇല്ലെങ്കിൽ ആ നെയിമിൽ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും കോപ്പി അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമേ എക്കോ ഉപയോഗിച്ച് ch.txt എന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലെ കണ്ടൻസ് വേറെ ഒരു ഫയലിലേക്ക് മൂവ് ആക്കാം. ഇതിനായിട്ട് mv സ്പേസ് ceh.txt സ്പേസ് text.txt എന്ന് കൊടുക്കാം. ഇനി ls അടിക്കുമ്പോൾ നമുക്ക് കാണാം text.txt എന്നൊരു ഫയൽ മാത്രമേ അവിടെ ഉള്ളൂ. അതായത് ch.txt എന്ന് പറയുന്ന ആ ഒരു ഫയലിലെ കണ്ടൻസ് text.txt എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ട് അതിലേക്ക് മൂവ് ആയിട്ടുണ്ട്. നമുക്ക് ക്യാറ്റ് അടിച്ചത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് mv കമാൻഡിൻ്റെ യൂസേജ്. ഇനി നമുക്ക് rm കമാൻഡിനെ പറ്റിയിട്ട് നോക്കാം. ഒരു ഫയലിനെയോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിനെയോ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ rm കമാൻഡ് ഉപയോഗിക്കുന്നത്. empty ഡയറക്ടറി ആണെങ്കിൽ rmdir യൂസ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം.
ഡയറക്ടറി MD അല്ലെങ്കിൽ RMDIR ഉപയോഗിക്കാൻ പറ്റില്ല. പകരം നമ്മൾ RM-RF എന്ന് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം. ബൈ.